അഹമ്മദാബാദിൽ ഉണ്ടായ എയർ ഇന്ത്യ വിമാനത്തിൻ്റെ തകർച്ച നമ്മൾ വളരെ വിഷമത്തോടു കൂടിയും ഏറ്റവും ഹൃദയഭേദകവുമായാണ് കണ്ടത്. പക്ഷേ ഈ സാഹചര്യത്തിൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏതാണ്ട് 40 കൊല്ലം മുമ്പ് 1985 ജൂൺ മാസത്തിൽ തന്നെ, ഇതേ മാസത്തിൽ തന്നെ എയർ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിമാനാപകടം നടന്നു. എംപറർ കനിഷ്ക എന്ന ഒരു വലിയ എയർലൈനർ, അത് ടൊറൻഡോയിൽ നിന്നും മുംബൈയിലേക്കുള്ള യാത്രയിലായിരുന്നു. ഏതാണ്ട് അയർലൻഡിന് മുകളിൽ വെച്ചാണ് ഈ വിമാനത്തിൽ ഒരു ഉഗ്രസ്ഫോടനം ഉണ്ടാവുകയും അത് തകർന്നു വീഴുകയും ചെയ്യുന്നത്. 329 പേർക്കാണ് അന്ന് ജീവൻ നഷ്ടപ്പെട്ടത്. അതിൽ കനേഡിയൻ പൗരന്മാരുണ്ടായിരുന്നു, ഇന്ത്യക്കാരുണ്ടായിരുന്നു, ബ്രിട്ടീഷ് പൗരന്മാരുണ്ടായിരുന്നു, ഏതാണ്ട് 29 മലയാളികളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ദുരന്തം വൈമാനിക മേഖലയിലെ അല്ലെങ്കിൽ ഏവിയേഷൻ മേഖലയിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായാണ് എംപറർ കനിഷ്കയുടെ തകർച്ച. എയർ ഇന്ത്യയുടെ ഏറ്റവും വലിയ എയർലൈനറുകളിൽ ഒന്നായിരുന്ന എംപറർ കനിഷ്ക 1985 തകർന്ന് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൻ്റെ 40ാം വാർഷികമാണ് 2025 ജൂണിൽ. ആ ജൂണിൽ തന്നെയാണ് എയർ ഇന്ത്യയുടെ രണ്ടാമത്തെ ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, എംപറർ കനിഷ്ക തകർന്നത് ഒരു സാധാരണ വിമാനാപകടമല്ലായിരുന്നു. ഖാലിസ്ഥാൻ വാദികളായ ആൾക്കാർ, അന്നത്തെ ഖാലിസ്ഥാൻ ഭീകരവാദികൾ ആ വിമാനത്തിൽ ഒരു ബോംബ് പ്ലാന്റ് ചെയ്യുകയായിരുന്നു. ആ പ്ലാന്റ് ചെയ്ത ആ വ്യക്തി അതിൽ നിന്നും ബോർഡ് ചെയ്യാതെ ലഗേജ് മാത്രം ചെക്ക് ഇൻ ചെയ്ത ശേഷം ഇയാൾ അതിൽ നിന്നും ബോർഡ് ചെയ്യാതെ രക്ഷപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് ടൈമർ സെറ്റ് ചെയ്തിരുന്ന ഒരു ബോംബ് അയർലൻഡിൻ്റെ മുകളിൽ വെച്ച് ഉള്ള ഏരിയയിൽ വെച്ച് അത് സ്ഫോടനം നടക്കുകയും ഏതാണ്ട് 329 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത ഒരവസരം ഉണ്ടായത്. ഈ ഒരു ചിന്ത നമ്മൾക്ക് ഇപ്പോൾ വളരെ റെലവൻ്റ് ആണ്. ഇപ്പോൾ നടന്ന വിമാന അപകടത്തിൻ്റെ ഒരുപാട് അട്ടിമറി സാധ്യതയെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പല വ്യത്യസ്തമായ രീതികളായിരിക്കാം ഇത്തരക്കാർ ഉപയോഗിക്കുക. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ സത്യം പുറത്തു വരട്ടെ.